അത് പാരൻസിൻ സൈഡിൽ നിന്നും ഒരു കുറച്ച് തെറ്റുകളുണ്ട്. മധുരം കഴിക്കലാണോ ഈ പ്രീ ഡയബറ്റിക് സിറ്റുവേഷനിലേക്ക് വരുന്നത്? ആ കുറവ് കാരണമാണ് ഈ ഡയബറ്റീസ് കൂടി വരുന്നത്. അതൊരു പാനിക് സിറ്റുവേഷൻ തന്നെയാണല്ലോ ശരിക്കും. ഡോക്യുമെന്റഡ് വെയിറ്റ് ലോസ് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഹെൽത്തി ആയ കുട്ടികളിലും ഇതേപോലെ ഈ ഡയബറ്റിക് സിംപ്റ്റംസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇത് പ്രീ ഡയബറ്റിക് കണ്ടീഷൻസിന്റെ ഒരു വാർണിംഗ് സൈൻ. ഇപ്പോഴത് കുട്ടികളിലേക്ക് വരാനുള്ള ഒരു കാരണമാണ്. ഡയബറ്റിക് മാത്രമല്ല, എൻഡ് ഓർഗൻ ഡാമേജ് വരെ പോണ സിറ്റുവേഷൻസ് കണ്ടുവരുന്നുണ്ട്. ഹാർട്ടിനെയും കാട്ടി കിഡ്നി ഡാമേജ് കൂടി വരുന്നുണ്ട്. സെക്കൻഡറി ഡയബറ്റിക് കാരണമുള്ള കിഡ്നി ഡാമേജസും കൂടി വരുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ ഏറ്റവും പേടിക്കുന്ന ഒരു സിനാരിയോ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ? നമസ്കാരം. നമസ്കാരം. ഇതൊരു ഭയങ്കര ഒരു വിഷയമാണ് ഈ കുട്ടികളിലെ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും. ഭയങ്കര കോമൺ ആയിട്ട് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴും. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കണക്ക് പ്രകാരം 10 മുതൽ 19 വയസ്സ് വരെ പ്രായപരിധിയുള്ളവരിൽ കേരളത്തിൽ 32.2% പേരും പ്രീ ഡയബറ്റിക് ആണ്. എപ്പോഴാണ് ഈ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഒരു പ്രായമായ ആളുടെ ഒരു അസുഖമല്ലാതെ മാറിയത്? ഒരു 10 to 15 years ബാക്ക് ഇതിങ്ങനെ ഒരു വിഷയമല്ലായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന കൂടി വരെയാണ്. മേ ബി അറൗണ്ട് 5 years ആയിട്ട് ഒന്ന് കൂടി വരണുണ്ട്. നമ്മളത് എന്താ കാര്യമെന്ന് പറയുന്നത് പറഞ്ഞാൽ ആ ഏജ് ഗ്രൂപ്പ് ബാക്കിലേക്ക് പോകണം. പണ്ട് നമ്മളൊരു 30 years 32 years ആവാൻ നേരത്തി നമ്മുടെ ഒരു പ്രീ ഡയബറ്റിക് ഫേസ് എന്ന് പറയണത് ഇപ്പോൾ ഏതെങ്കിലും ഒരു 18 to 20 years ആ പിള്ളേരിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടുവരണുണ്ട്. പല മാതാപിതാക്കളുടെയും ഒരു ധാരണ മധുരം കഴിച്ചാലാണ് ഈ പ്രീ ഡയബറ്റിക് ആവുന്നത് അല്ലെങ്കിൽ ഡയബറ്റിക് ആവുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിപ്പോൾ ഒരുപാട് മധുരവും ഒരുപാട് ഈ ഇപ്പോൾ പേസ്ട്രീസ് പോലത്തെ സാധനങ്ങളും കഴിക്കാറുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉള്ള സാധനങ്ങൾ കഴിക്കാം. മധുരം കഴിക്കലാണോ ഈ പ്രീ ഡയബറ്റിക് സിറ്റുവേഷനിലേക്ക് വരുന്നത്? അതൊരു റോങ് കോൺസെപ്റ്റാണ്. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഈ ഡയബറ്റിക് എന്ന് പറയുന്നത് 2 type 1 and type 2. Type 1 ഡിഫറെൻറ്റ്, എൻ്റർലി ഡിഫറെൻറ്റ്. നമ്മുടെ ഇൻസുലിൻ, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ലെവൽ കുറയ്ക്കണ ഒരു എൻസൈമാണ് ഇൻസുലിൻ. ആ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാങ്ക്രിയാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓർഗനിന്ന് അതിൻ്റെ ബീറ്റാ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ലെവലിൽ ഷുഗർ കൂടും. ഇപ്പോൾ ഇൻസുലിൻ ഒരു അലാറം അടിക്കും, ഇൻസുലിൻ അത് താനെ കുറച്ച് വരും. പക്ഷെ അത് എൻ്റെ വേറൊരു കണ്ടീഷൻ type 2 ഡയബറ്റീസ്, അതാണ് ഇപ്പം കൂടി വരുന്നത്. എന്താണ്, പണ്ട് ഒരു 30 above കാണുന്ന കണ്ടീഷനാണ് ഇപ്പം പ്രീ അഡോളസെൻറ്റ് സ്റ്റേജിലൊക്കെ വന്ന് കാണുന്നത്. അത് എൻ്റെ ഡിഫറെൻറ്റ് കണ്ടീഷനാണ്. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അലാറം അടിക്കാനെത്തി ആവശ്യത്തിനധികം അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇൻസുലിൻ്റെ ആ കുറവ് കാരണമാണ് ഈ ഡയബറ്റീസ് കൂടി വരുന്നത്, type 2 ഡയബറ്റീസ്. അപ്പോൾ ഈ മധുരമാണോ അത് നമ്മുടെ type 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു സൈഡ് വരെ നമ്മുടെ ഹാബിറ്റ് മധുരം. പിന്നെ അതുമാത്രമല്ല, മധുരം നമ്മൾ ഇപ്പം അനീഷ് പറഞ്ഞ പോലെ പേസ്ട്രീസ് മാത്രമല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് അതെല്ലാം കുറെ കുടിക്കുന്ന അത് ഗ്ലൂക്കോസ് കൂടിയല്ല, ഫ്രക്ടോസ്, ഹൈ കോൺസെൻട്രേറ്റഡ് ഫ്രക്ടോസ് വരുംതോറും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മിക്ക ഡ്രിങ്കിലും ഉണ്ട്. ഇപ്പം നമ്മൾ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാലും കാര്യമില്ല, അതിലെല്ലാത്തിലും ഉണ്ട് ഈ ഷുഗർ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ കണ്ടന്റ്. അപ്പോൾ അത് കൂടുന്തോറും നമ്മുടെ ഷുഗർ ലെവൽ കൂടും, നമ്മൾ സെഡൻഡറി ഹാബിറ്റ്സ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒബീസിറ്റി, വെയിറ്റ് കൂടുന്നോറും. അപ്പോൾ അതാണ് ഒരു മോർ കോമൺ ഇപ്പോൾ കണ്ടുവരുന്നത്. ഡോക്ടർ എത്ര നാളായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്? 15 to 18 years. 18 years ആയി. ഈ ഒരു കാലയളവിൽ ഈ കേസ് വന്നിട്ട് എണ്ണം കൂടിയിട്ടുണ്ടോ ക്രമാതീതമായിട്ട്? ഭയങ്കര കൂടിയിട്ടുണ്ട്. മേ ബി പണ്ടൊക്കെ കൊല്ലത്തിൽ 6 months once കാണുന്നതാണ്. ഇപ്പം നമ്മൾ 2 to 10% കൂടി കൂടിയിട്ടുണ്ട്. ഈ 10 വയസ്സ് മുതൽ 19 വയസ്സുള്ള കുട്ടികൾ ഈ കോമൺ ഇപ്പം ഒത്തിരി കോമൺ ആയിരിക്കുകയാണ്. ശരി, അതൊരു പാനിക് സിറ്റുവേഷൻ തന്നെയാണല്ലോ ശരിക്കും ഒരു പാനിക് സിറ്റുവേഷൻ. കാര്യം ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷനിൽ പോകാതെ നമുക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താം. എന്താണ് ഇതിൻ്റെ ഒരു ഏർലി സൈൻസ്? എന്താണ് നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് ഫസ്റ്റ് തളർച്ച. ഈ തളർച്ചയൊക്കെ നമ്മൾ ഒരു കുഞ്ഞിനെ അത് പിള്ളേർ ക്ഷീണമാണെന്ന് പറയും. അത് കോമൺ ആയിട്ട് ഒരു എൻറ്റിറ്റിയാണ് കാണുന്നത്. പക്ഷെ അത് തളർച്ച, അതിൻ്റെ കൂടെ തന്നെ അമിതമായ ദാഹം. പണ്ട് കിടന്നുറങ്ങിയിട്ടും വെള്ളം കുടിക്കാത്ത കുഞ്ഞ് പിന്നെ 3-4 പ്രാവശ്യം എഴുന്നേറ്റ് വെള്ളം കുടിക്കണം. ഏത് കുഞ്ഞും നൈറ്റ് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് എന്ത് കണ്ടീഷനാണെങ്കിലും ഒരു OPയിൽ നമുക്ക് വരെയാണ് ഒരു കുഞ്ഞ് ഒത്തിരി വെള്ളം കുടിക്കണം മാത്രമല്ല, ഒരു ഹെഡ് ഏക്കോ എന്തെങ്കിലും ഒരു സൈൻ, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയ ഒരു കണ്ടീഷൻ എന്താണെങ്കിലും നമ്മളത് കാര്യമായിട്ട് എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് OPയിൽ ഒരു വാർണിംഗ് സൈൻ. പോളിയൂറിയ, ഇതാണ് അടുത്തൊരു കണ്ടീഷൻ. അപ്പം ഇങ്ങനെയൊക്കെ കണ്ടീഷൻ വരാൻ നേരത്തെയാണ് നമ്മളത് ഒരു തിരക്കുള്ള OPയിൽ നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു വാർണിംഗ് സൈൻ ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇത് പ്രൊലോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു കണ്ടീഷൻ ആണ് ഡയബറ്റിക് കീറ്റോസിഡോസ് എന്ന് പറയും. അതെന്താ പറഞ്ഞാൽ ശ്വാസം മുട്ടൽ വരും. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ അവർ ഷുഗർ നമ്മളപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യാൻ നേരത്തെ കാൺ ബി റെക്കോർഡഡ് എന്ന് പറയും.
ഓ ശരി. അപ്പോൾ ഹൈ ലെവൽ ഷുഗർ ആയി കഴിഞ്ഞ് വെളിയിലൊന്ന് കാണും, പക്ഷെ ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും, ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. പക്ഷെ നമുക്കറിയില്ല, കുഞ്ഞിൻ്റെ ഇൻട്രാവാസ്കുലർ പോലെ ബോഡിയിൽ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശമായിരിക്കും കുറഞ്ഞിരിക്കുന്നത്. ഓ ശരി. അപ്പോൾ വരാൻ നേരത്തെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കറക്ഷൻ തന്നെ ഫ്ലൂയിഡ്, ICU കയറ്റി ഫ്ലൂയിഡും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഷുഗർ കൺട്രോളിങ്ങും ഫ്ലൂയിഡും ആണ് 2 ലിംബ്. ഓക്കെ, അതാണ് നമ്മൾ ആ കണ്ടീഷനിലേക്ക് പോകാൻ പാടില്ല. അതിന് മുമ്പേ നമ്മൾ പാരൻസ് ഇതിൻ്റെ ഒരു വാർണിംഗ് സൈൻസ് നേരത്തെ അറിഞ്ഞിരിക്കണം. പക്ഷെ പാരൻസ് പലപ്പോഴും അപ്പോൾ കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം പോലെ ആയിരിക്കില്ല വേറെ ദിവസം. ചിലപ്പോൾ ഭയങ്കര ദാഹം ഉണ്ടാവും, ചിലപ്പോൾ വെള്ളം കുടിക്കും ഒരുപാട്, ചില ദിവസം വെള്ളം കുടിക്കുകയില്ല. ഇതെങ്ങനെ ഇവർ പാരൻസ് അറിയും? നോർമൽ റുട്ടീൻസ് എപ്പോഴും നമ്മൾ OP കാണുന്നേ കാട്ടി എപ്പോഴും ഒരു പാരൻസിനാണ് ഒരു ഡീറ്റെയിൽ നല്ലൊരു ഹിസ്റ്ററി അറിയാൻ പറ്റണം. ഒരു ബിസി OP പാരൻറ്റ് പറയും പണ്ടത്തെ ബിഹേവിയർ അല്ല, ആൾ ഭയങ്കര ക്ഷീണമാണ്, സ്കൂളിൽ നിന്ന് വന്നാൽ ഉറക്കം തന്നെയാണ്, ഭയങ്കര ദാഹമാണ്, അതിൻ്റെ കൂടെ യൂറിൻ റെഗുലറായിട്ട് പാസ് ചെയ്യണം, പിന്നെ ഒരു ഓവറത്തെ പീരീഡ് ചില പാരൻസ് നോട്ട് ചെയ്യും അമിതമായിട്ട് വെയിറ്റ് കുറയണം. അതായത് ഡോക്യുമെന്റഡ് വെയിറ്റ് ലോസ്, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. വെയിറ്റ് കൂടുന്നു എന്നല്ല പ്രശ്നം, ഉള്ള വെയിറ്റ് കുറയണം, ഒത്തിരി വെള്ളം കുടിക്കണം, ഒത്തിരി യൂറിൻ, അതിൻ്റെ കൂടെ തന്നെ ഉള്ള വെയിറ്റേ കുറയണം. അപ്പം നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ആ OP ഒരു ബ്ലഡ് ഷുഗർ നോക്കിയാൽ മതി, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും പിള്ളേരെ. ഏത് കുഞ്ഞും എമർജൻസിയിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റാണ് പീഡിയാട്രിക് പാൽസ് എന്ന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയില്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ അതിൽ ഒരു ടെസ്റ്റാണ് ബ്ലഡ് ഷുഗർ. കാര്യം ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. സ്കൂളിലുള്ള പിള്ളേർ തലയിറങ്ങി വിടും, രാവിലെ കഴിച്ചില്ല, ഓട്ടോ അല്ലേ, ഇപ്പോൾ 7-7:15 അല്ലേ സ്കൂൾ ബസ് വരുന്നത്, അത് കഴിക്കുമോ, എവിടെ കഴിക്കും, പിന്നെ സ്കൂളിൽ പോയി കഴിക്കാമെന്ന് വിചാരിക്കും, അസംബ്ലിയിൽ നിൽക്കും, വീഴും, ബ്ലഡ് ഷുഗർ കുറവ്, നമുക്ക് ഈസിലി കറക്റ്റബിൾ സാധനമാണ്. അപ്പൊ ബ്ലഡ് ഷുഗർ ഒരു മാൻഡേറ്ററി കാര്യമാണ്. അപ്പൊ ഹെൽത്തി ആയ കുട്ടികളിലും ഇതേപോലെ ഡയബറ്റിക് സിംപ്റ്റംസ് ഉണ്ടാവും? ഉറപ്പായിട്ടും. ഹെൽത്ത് എന്താണ് ഇപ്പം ബേസിക്കലി നമ്മൾ ഹെൽത്തി, ഇപ്പൊ പാരൻസ് എല്ലാവരും പറയണത് എൻ്റെ കുഞ്ഞ് ഹെൽത്തിയാണ്. അപ്പൊ ആ ഹെൽത്തി എന്ന് പറഞ്ഞൊരു അതിന്റെ ഡെഫിനിഷനാണ് നമ്മൾ പാരൻസ് നേരത്തെ അറിയേണ്ടത്. എന്താണ് ഹെൽത്തി, ഏത് രീതിയിലാണ് ഹെൽത്തി. ദ ഫ്രീക്വൻസി ഓഫ് സ്കൂൾ ആബ്സെന്റിസം, അതാണ് ശരിക്കും പറഞ്ഞ ഹെൽത്തി എന്ന് പറഞ്ഞത്. റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഇല്ല, വേറെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതൊക്കെ ഒരു പ്രിവെൻറ്റ് ചെയ്യണ ഇപ്പം നല്ലൊരു വെയിറ്റ് ഉള്ളൊരു കുഞ്ഞ് വരുന്നത്, അവൻ്റെ ബാക്കിൽ ഇവിടെ ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുപ്പ്, ബ്ലാക്ക്, അതിനെ നമ്മൾ പറയണ മെഡിക്കൽ അക്കന്തോസിസ് നെഗ്രിക്കൻസ് എന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് OP വരാൻ നേരത്തെ ഈ പാരൻസ് പറയും ഇത് എത്ര ഇവിടെ എല്ലാം കാണിച്ചിട്ട് ഈ കറുപ്പ് മാറുന്ന ഡോക്ടറെ, ഇത് സിൻഡ്രോം എക്സ്, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് ഇതൊക്കെയാണ് ഇത് പ്രീ ഡയബറ്റിക് കണ്ടീഷൻസിൻ്റെ ഒരു വാർണിംഗ് സൈൻ. ഒബീസിറ്റി, ഇവിടുത്തെ ബ്ലാക്ക് അക്കന്തോസിസ് നെഗ്രിക്കൻസ്, കണ്ണിൻ്റെ താഴെയുള്ള ഒരു ബ്ലാക്ക്, ഇതൊക്കെയാണ് ഒബീസിറ്റിയുടെ ഈ ഡയബറ്റിക്കിൻ്റെ ഒരു വാർണിംഗ് സൈൻസ്. ഇതൊക്കെ പണ്ട് അഡൽട്സിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്, അഡൽട്സിലാണ് കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത് കുട്ടികളിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? ഫസ്റ്റ് ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ കാര്യം ഈവനിങ് ഒക്കെ പോയി നല്ല ഫുഡ് കഴിക്കും. പണ്ട് നമ്മളും ഇതേപോലെ എല്ലാം, പക്ഷെ നമ്മൾ അങ്ങനെയല്ലായിരുന്നു. നമ്മളെന്താ അതിന് തുല്യമായിട്ട് നമ്മൾ കളിക്കും. സ്ഥലമില്ല കളിക്കാൻ, എവിടെ ഇരിക്കണം പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ, ആവശ്യത്തിന് അതിന് ടർഫുകളുണ്ട്, പക്ഷെ എവിടെ സമയം. ഇപ്പൊ എൻ്റെ മോൻ 11th രാവിലെ ഒരു 7:30 കഴിഞ്ഞ് 8:15 സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാ എൻട്രൻസ് ഇതെല്ലാം കഴിഞ്ഞ വരെ 7:30 ആവും. 12 മണിക്കൂർ അവിടെ ചേരാൻ. ഇത് കഴിഞ്ഞ് കളിക്കാൻ എവിടെ സമയം? പിന്നെ സ്ട്രെസ്, അതിൻ്റെ കൂടെ സ്ട്രെസ് ഒരു മെയിൻ ഫാക്ടറാണ്. ഷുഗർ ലെവൽ എല്ലാം ഡീറേഞ്ച് ചെയ്യാനുള്ള ഒരു മെയിൻ ഫാക്ടർ. ടൈംലി ഫുഡ് കഴിക്കും പിള്ളേർ. കഴിക്കാൻ നേരത്തെ എന്താണ്, രാവിലെ കഴിച്ചില്ല, എല്ലാം കൂടി ഉച്ചയ്ക്ക് ഓവർ ഈറ്റ് ചെയ്യും, ഷുഗർ ലെവൽ കൂടും. ആ ഇൻസുലിൻ കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ ഷുഗർ ലെവൽ വേരിയേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞ് ഓവർ ഈറ്റ് ചെയ്യാതെ ഈ ഫാറ്റ് എല്ലാം പോയി ഡെപ്പോസിറ്റ് ആവും. അങ്ങനെയാണ് ഇത് ഒബീസിറ്റി ആയി വന്ന് അതിൻ്റെ കഴിഞ്ഞിട്ടാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ചാൻസസ് കൂടുന്നത്. അല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ്. ഇപ്പം നമ്മൾ വെറുതെ ജെനറ്റിക്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ സിറ്റുവേഷൻ തന്നെ, എൻ്റെ ഫാദറിനും ഡയബറ്റിക് ആയിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ 6 മാസത്തെ ഒരിക്കൽ HbA1c ചെയ്യാറുണ്ട്. ഞാൻ പ്രോണാണ്. പക്ഷെ ഈ ഏജിലാണ് ഞാൻ പിക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്തിട്ട് നമ്മൾ അത് മിക്ക സമയത്തും നമ്മളൊരു ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡയബറ്റിക് നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കണത്? എൻഡ് ഓർഗൻ ഡാമേജ്, കാഴ്ച, കിഡ്നി, ഹാർട്ട്, ഇതെല്ലാം ഓരോ, പിന്നെ തരിപ്പ്, കാലിലെ തരിപ്പ്, ഇതൊക്കെ ആവാൻ നേരത്തെ ഇത് ഇപ്പോഴും പീഡിയാട്രിക്കിൽ കണ്ടുവരണുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നല്ല ഒരു വിഷയം. അതാണ് 10 to 19 yearsലേ ഇപ്പോൾ കണ്ടുവരണുണ്ട് ഡയബറ്റിക്കും. ഈ 0.4%, അതായത് 0.4% എന്ന് പറഞ്ഞാൽ 1000 ആൾക്കാരിൽ
പിള്ളേർക്ക് കണ്ടുവരണുണ്ട് ഈ കാര്യങ്ങൾ. അത് ഡയബറ്റിക് മാത്രമല്ല, എൻഡ് ഓർഗൻ ഡാമേജ് വരെ പോണ സിറ്റുവേഷൻസ് കണ്ടുവരണുണ്ട്. ഇന്നത്തെ ഒരു തലമുറയിലെ കുട്ടികളാണ് ഒരുപക്ഷെ ഏറ്റവും ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ റോൾ മോഡൽ ആയിട്ടാണ് നമ്മുടെ പാരൻസ്. ഇനാക്റ്റീവ്നെസ് അതിൽ ഒരു സൈഡ് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ വീട്ടിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ ഓവർകം ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ കാര്യം പറയാം. എൻ്റെ മോനെ ഇപ്പം 11th എൻട്രൻസ് കോച്ചിനെ വിട്ട് നോക്കിയപ്പം ഒരു 4 മണിക്കൂർ ഒറ്റയടിക്ക് കെമിസ്ട്രി ക്ലാസ്. ഈ 4 മണിക്കൂർ എങ്ങനെ, ഒരു 40 മിനിറ്റ് തന്നെ ഒരു ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചിരിക്കണതിൻ്റെ കഷ്ടപ്പെട്ടാണ്. 4 മണിക്കൂർ എങ്ങനെ ഒരു കെമിസ്ട്രി ക്ലാസ് കണ്ടിന്യൂസ് പോകാൻ പറ്റും? ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, 11th 12th കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോഴത്തെ എൻട്രൻസ് ആ കോമ്പറ്റീഷനിൽ ഞാൻ ചെയ്ത ഒരു മേ ബി ഒരു തെറ്റായിരിക്കാം, എൻട്രൻസ് നിന്ന് ഫുള്ളും ഞാൻ അവനെ മാറ്റി. നീ ആദ്യം സ്കൂളിൽ നിന്ന് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് മതി എൻട്രൻസ്. റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. കാര്യം ആ സ്ട്രെസ് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. പല കുട്ടികളും ഇപ്പോൾ രാവിലെ, ഇപ്പോൾ എൻ്റെ മോനായാലും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനായാലും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇതിലും റിമോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എത്രയോ നേരങ്ങളാണ്. ഇത് പ്രശ്നമാവുമോ? ഇപ്പം നമ്മുടെ IAP ഇന്ത്യൻ അസോസിയേഷൻ പീഡിയാട്രിക്സിൻ്റെ പ്രോട്ടോകോൾ സ്ക്രീൻ ടൈമിന് കുറേ ഏജ് ലെസ് ദാൻ 2 ഇയേഴ്സിന് 0 സ്ക്രീൻ ടൈം, 2 to 4 ഇയേഴ്സിന് 2 hours, അങ്ങനെ 2 to 5 years 2 hours. അതിനൊരു റെസ്ട്രിക്ഷൻ കൊടുക്കണം. കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഒരു അഡമൻ്റ് ജനറേഷനാണ്. അപ്പോൾ ആ ഒരു സൈഡ്, അത് പാരൻസിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് തെറ്റുകളുണ്ട്. നമ്മൾ പിള്ളേരുടെ എത്ര എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും? അവർ അഡോളസൻ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയമാണ്. അവർ വാശി, അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യും തോറും അവർക്ക് നമ്മുടെ അടുത്ത് ഒരു ദേഷ്യം, ഒരു ഗ്രഡ്ജായിട്ട് വരും. ഇപ്പോഴത്തെ ജനറേഷൻ, പണ്ടത്തെ ജനറേഷൻ, ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് വയസ്സ് ഉയർത്തി കഴിഞ്ഞാൽ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യും. അതല്ല ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ അവരെ കൂടെ നിന്ന് കളിക്കാൻ പോകണമെങ്കിൽ കൂടെ ഫുട്ബോൾ അവരുടെ കൂടെ കളിക്കാൻ പോവുക. വേറൊരു കാര്യം, അവർ കുറച്ചും കൂടി നമ്മുടെ കൂടെ ഫ്രണ്ട്ലി ആവും. അവർക്ക് ഷെയർ ചെയ്യാൻ ആളില്ലാത്ത സമയത്താണ് പ്രശ്നങ്ങൾ കൂടുന്നത്. ഇങ്ങനൊരു ഡയബറ്റിക് സിംറ്റം അല്ലെങ്കിൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ള കുട്ടികൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിൽ തന്നെയാണ്. സ്കൂളുകാരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആസ് എ പാരൻറ്റ് നമ്മൾ ആദ്യം ടീച്ചേഴ്സിൻ്റെ അടുത്തും സ്കൂൾ അതോറിറ്റീസിൻ്റെ അടുത്തും പറയണം, ഇന്ന കണ്ടീഷനാണ്, ഇന്ന കണ്ടീഷൻ നേരത്തെ നമ്മൾ പറയണം. കാര്യം ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിനിലാണ്. അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ പമ്പ്, ഇൻസുലിൻ സിറിഞ്ച് അവരുടെ കൊടുക്കണം. ഇൻസുലിൻ പമ്പിൻ്റെ ഡിഫറെൻ്റ് ആണ്. അത് ബോഡി അറ്റാച്ച്ഡ് ആണ്. ഷുഗർ ലെവൽ ഹൈ വരാൻ നേരത്തെ അത് തനിയെ അടിക്കും. പക്ഷേ ഇൻസുലിൻ സിറിഞ്ചസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് അവർ ബ്ലഡ് ഷുഗർ ഒരു ചാർട്ട് കാണും, ഇൻസുലിൻ ഡയബറ്റിക് ചാർട്ട് കാണും. അതിൽ ഷുഗർ പ്രീ മീലും പോസ്റ്റ് മീലിനൊക്കെ ഷുഗർ കൂടാതെ നമ്മൾ ഇൻസുലിൻ കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ അത് ടീച്ചേഴ്സും എല്ലാവരും അവെയർ ആയിരിക്കണം. അതുമാത്രമല്ല, നമ്മൾ കാണുന്ന ഈ ഡയബറ്റിക് പിള്ളേരുടെ ഒരു കാര്യം കാണാൻ ഭയങ്കര നല്ല ഐക്യു ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ കണ്ട കാര്യമാണ്. അവർക്ക് നല്ല ഐക്യം, അവർ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. പഠിത്തത്തിന് മാത്രമല്ല ഈ കാര്യത്തിലും അവർ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അവരതിന് നമ്മളെയും കാട്ടി അതിനെപ്പറ്റി പഠിക്കും. അഡോളസൻ പിള്ളേരാണെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അവർ ഫുള്ളും കാര്യം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ഷുഗറിൽ വേരിയേഷൻ വന്നാൽ കൂടി അവർക്കത് അറിയാൻ പറ്റും. അവർ ചെക്ക് ചെയ്യും. ടീച്ചർമാർക്ക് ഒരു ട്രെയിനിങ് അവയർനെസ് മാത്രമല്ല, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണ്? ഷുഗർ ഡൗൺ ആവുന്നത്, ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഇതിൻ്റെ ചില സമയത്ത് ഒരു വേരിയേഷൻ വരുന്നത് ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുത്ത് ചിലപ്പോൾ ഷുഗർ ഡൗൺ ആയി ഹൈപ്പോഗ്ലൈസീമിയ വന്നാലും സ്കൂളിലെ സ്ഥലത്ത് ബ്ലഡ് ഗ്ലൂക്കോസ്, മുട്ടായി, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത് സിമ്പിൾ കാര്യമാണ്. നമുക്കൊന്നും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ സ്വെറ്റിംഗ് വരും, തലകറക്കം വരും. അങ്ങനെയുള്ള സമയത്ത് ഇത് കോമൺ സിംറ്റംസ്. അപ്പോൾ കൈവിറയൽ വരും. ഇതൊക്കെ വരാൻ നേരത്തെ ഒരു ഗ്ലാസ് ഗ്ലൂക്കോസ് കലക്കി കൊടുക്കാം, ഒരു മുട്ടായി കൊടുത്താൽ മതി. ഇതൊക്കെ ശരിയാവും. ആപ്പുകളാണ് എല്ലായിടത്തും. ഫുഡ് കൾച്ചർ ആപ്പിലോട്ട് വന്നു കഴിഞ്ഞു ഏത് ചെറിയ കുട്ടിക്കും ഓർഡർ ചെയ്യാം. ഇത് ഈ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഈ ഡയബറ്റിക് സ്റ്റേജിലേക്ക് കുട്ടികളെ കൊണ്ടുവരുവാൻ എത്രമാത്രം കാരണമായിട്ടുണ്ട്? വീട്ടിലെ ശീലങ്ങൾ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ മിക്ക കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വീക്ക്ലി വൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് പോകണമെങ്കിലും കുഴപ്പമില്ല, മന്ത്ലി ട്വൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ഔട്ടിംഗ് ആയിട്ട്. പക്ഷേ ഇത് വീക്ക്ലി 3-4 ടൈംസ് ആവാൻ നേരത്തെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈസിലി അവൈലബിൾ അല്ലേ? ഷുഗർ മാത്രമല്ല, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലേ, സോൾട്ട്, ബർഗർ, പിസ്സ. നമ്മുടെ കംഫർട്ട് കൂടുമ്പോൾ ഈ അസുഖങ്ങളും കംഫർട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വീട്ടിലിരിക്കണ പണ്ടൊക്കെ ആണെങ്കിൽ എന്താ അവിടെ പോയി കഴിക്കണമല്ലോ, ബുദ്ധിമുട്ട്, ഇനി അത് ഒരുങ്ങണം, അത് ഇപ്പം വേണ്ട. സിമ്പിളാണ്. വീട്ടിലെ ശീലങ്ങളൊന്ന് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് PT പീരീഡ് ഉണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പം വേറെ സബ്ജക്റ്റ് എടുക്കണം, PT പീരീഡിൽ വന്നിട്ട് എടുക്കലാണ്.
PT എന്തോ ഒരു ഫ്രീ ടൈം, ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോകേണ്ട സാധനമാണെന്ന് പണ്ട് തൊട്ടൊരു തോട്ടുണ്ട് പല സ്കൂളുകളിലും. ആ ഒരു തോട്ടൊക്കെ മാറാനുള്ള സമയമായില്ലേ? പിന്നെ ഒരു സമയത്ത് നമ്മൾ PT ഒരു നമ്മുടെ സമാധാനമാണ്. ഇന്ന് PT ഉണ്ടോ, അതായിരുന്നു നമ്മുടെ ആഗ്രഹം. ടൈം ടൈം ടേബിൾ നോക്കും, ഇന്ന ട്യൂസ്ഡേയും തേഴ്സ്ഡേയും PT ഉണ്ട്, സമാധാനം. പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന് നമ്മുടെ ഇത് കളയാൻ നേരത്തെയാണ് നമ്മൾ തകർന്നത്. മഴ വന്നാൽ പോയി, PT പോയി. നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു പ്രോഗ്രാംസ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. PT ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം കട്ട് ചെയ്യാതിരിക്കുക. മെൻ്റൽ ഇതിനു വേണ്ടി മാത്രമല്ല, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്കും ബെറ്ററാണ്. സ്ട്രെസ് ഫ്രീ ആ ഒരു സ്ട്രെസ്സ് കളയാനും എല്ലാ കാര്യത്തിനും ഈ കാര്യങ്ങൾ ഒത്തിരി ഗുണം ചെയ്യും. ടു ആൻ എക്സ്റ്റെൻറ്റ് പാരൻസ് കുറച്ച് അവെയറാണ്. ഇപ്പോൾ എവിടെ ഓരോ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ കാണുന്ന മിക്ക പേഷ്യൻസിൻ്റെയും പിള്ളേരുടെ പാരൻസ് തന്നെ കൊണ്ടുവരണുണ്ട്. അവർ അവെയറാണ്. ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ലീപ്പ് ഹൈജീൻ കറക്റ്റ് ഒരു 10-10:30 ആവുന്നേത്തി ഉറങ്ങണേറ്റി എല്ലാവരും, പാരൻസ് ആണെങ്കിലും കിഡ്സ് ആണെങ്കിലും എല്ലാവരും ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങി. അത് ഉറങ്ങണതിന് മുമ്പേ മെയിൻ ചിന്തിക്കേണ്ട കാര്യമാണ് ഗാഡ്ജറ്റ്സ്, മൊബൈൽ കാര്യം തന്നെ. ഉറങ്ങണതിന് മുമ്പേ ഒരു മൊബൈൽ നോക്കി കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഈ ലൈറ്റ് അടിക്കാൻ നമ്മുടെ ഉറക്കം ബ്ലൂ ലൈറ്റ് അല്ലേ, ആ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം അത് നല്ലൊരു സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ദിവസം ഫുഡ് ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എല്ലാം ഉള്ള ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. അടുത്ത വേണ്ട സ്നാക്സ്, ഫാസ്റ്റ് ഫുഡ് അത് മാക്സിമം. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക. കാരണം ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്താണ്, ആ ഷുഗർ ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നാൽ തന്നെ നമ്മൾ ഒരു സ്നാക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് ബേക്കറിയിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിലുണ്ടാക്കിയൊരു സ്നാക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഏർലി ഡിന്നർ പ്രിഫറബിൾ ബിഫോർ 8 PM. എന്താ കാര്യം, നമ്മൾ ലേറ്റ് ആവും തോറും ഫുഡ് ക്വാണ്ടിറ്റി കൂടും, വയറ് നിറച്ച് കഴിച്ചിട്ട് ഉറങ്ങും. അത് കഴിയാൻ നേരത്തെ നമ്മുടെ വേരിയേഷൻ, ഷുഗർ ലെവൽ വേരിയേഷൻ വരും. ഇതൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റീസിന് ഒരു ഈ ശീലങ്ങൾ, പ്രശ്നങ്ങൾ. കുട്ടികളുടെ പേരൻസ് ഒരു കടയിൽ പോകുമ്പോൾ ഈ ഫുഡ് ലേബലിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് കൂടുതൽ, അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കുക. ജ്യൂസസ് കുടിക്കാം, ഹൈ ഷുഗർ ലെവൽ ഉള്ള ഡ്രിങ്ക്സ് കൂടുതൽ കുടിക്കാം. ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാം, കുഴപ്പമില്ല. കാര്യം അതിൽ നമ്മൾ ഫൈബർ എടുത്ത് കളഞ്ഞിട്ടുള്ള സാധനമാണ് നമുക്ക് ജ്യൂസായിട്ട് കിട്ടുന്നത്. പക്ഷെ എന്നാലും ജ്യൂസസ് കുഴപ്പമില്ല. ബർഗർ, പിസ്സ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ ഫ്രീക്വൻസി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ബെറ്ററായി കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസ്, അതായത് ഈ മന്തി, വേവിച്ച ഐറ്റംസ് ഇല്ലേ, അത് കൂടുതൽ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കുക. അത് ശരി, വേവിച്ചെടുക്കുന്നല്ലേ, അതിന്റെ ഒരു ഇതില്ലേ, ബേൺഡ് ഈ കരിച്ച സാധനങ്ങൾ, അതൊക്കെ ഒരു ഡേഞ്ചറല്ലേ, അത് കുറച്ച് ഡേഞ്ചറാണ്. ഫ്യൂച്ചറിൽ പിള്ളേർക്ക് കുറെ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടും. കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ, നല്ല ടേസ്റ്റുമാണ്. തന്തൂരീസ് ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷെ അതൊന്ന് മാക്സിമം കരിച്ച സാധനങ്ങൾ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. ഡോക്ടർ ഇപ്പോൾ ഏറ്റവും പേടിക്കുന്ന ഒരു സിനാരിയോ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ? ഇൻഡസ്ട്രിയൽ ഓർഗൻ ഡാമേജ് എന്ന് പറയില്ല നമ്മൾ, ഇപ്പോൾ കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം പീഡിയാട്രിക് പിള്ളേർ ഇപ്പം 10 to 19 years ഉള്ള അഡോളസെൻ്റ് ഗ്രൂപ്പിൽ എസ്പെഷ്യലി ഹാർട്ടിനെയും കാട്ടി കിഡ്നി ഡാമേജ് കൂടി വരുന്നുണ്ട്. സെക്കൻഡറി ഡയബറ്റിക് കാരണമുള്ള കിഡ്നി ഡാമേജസും കൂടി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലേ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് എൻഡ് ഓർഗൻ ഡാമേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കുറഞ്ഞു വരും. അതാണ് ഇപ്പം ഈ ട്രെൻഡ് ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട്. ആസ് എ പാരൻറ്റ്, ആസ് എ ഡോക്ടർ അല്ല, ആസ് എ പാരൻറ്റ് ഞാൻ പറയണത്, നമുക്ക് വീട്ടിലെ ഓരോ റുട്ടീൻസ് ഒന്ന് മാറ്റി കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ആസ് എ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഡോക്ടർ, നമുക്ക് പാനിക്ക് ചെയ്യണ്ട, നമുക്ക് ബുദ്ധിപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വാസം അല്ലേ? താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.